ഇന്ന് കുറച്ച് കൃഷി വിശേഷങ്ങളും അതിൻ്റെ ഹാർവെസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചുമന്ന വെണ്ടയാണ് ആദ്യം ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും താഴത്തെ രണ്ടെണ്ണം സീഡിന്. ഇവിടെ നിൽക്കുന്നതൊക്കെ ചെറിയ പ്ലാന്റ്സ് ആണ്. അത് ആയി വരുന്നതേ ഉള്ളൂ. എല്ലാവരും ആയി വരുമ്പോൾ കുറച്ചധികം വെണ്ടയ്ക്ക കിട്ടും. അമരപ്പയറിൻ്റെ പന്തൽ കണ്ടോ? അമരപ്പയർ നിറഞ്ഞു നിൽക്കുവാണ്. അമരപ്പയർ ആയിട്ടില്ല അധികം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ചധികം ഉണ്ടായി കിടപ്പുണ്ട്. ഇവിടെ ഈ കാണുന്നത് ഒരച്ചിങ്ങയാണ്. ഇത് നന്നായിട്ടൊരു ഫ്ലഷ് ഉള്ളൊരു ടൈപ്പാണ്. ഇത് സീഡായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു അച്ചിങ്ങപ്പയറാണ്. 6ാമത്തെ ഹാർവെസ്റ്റാണ്. പക്ഷെ ഇത് കുറഞ്ഞു തുടങ്ങി. ഇനി അടുത്തൊരു സെറ്റ് പൂക്കൾ ചെറുതായിട്ടുണ്ടായി വരുന്നുണ്ട്. അച്ചിങ്ങപ്പയറിൻ്റെ വിത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല നീളമുള്ള പയർ നോക്കി അതും ഞാൻ വിത്തിന് നിർത്തും. ഇത് ഒരെണ്ണം നല്ല നീളമുണ്ട്. അപ്പോൾ ഇതും ഇവിടെ 2-3 എനിക്കിതുപോലെ നല്ല നീളമുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇത് വേറെ ഒരെണ്ണം. ഇതും കൂടെ ഞാൻ വിത്തിന് നിർത്തും. ഇത്ര അച്ചിങ്ങപ്പയർ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് സ്ക്വയർ ബീൻസാണ്, ചതുരപ്പയർ. അതിൻ്റെ പൂക്കൾ ആയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു ബജ്ജി മുളക്. ഇതൊരു വെറൈറ്റി ടൊമാറ്റോ ആണ്. അതിൻ്റെ ടൊമാറ്റോസ് 2-3 റെഡി ആയിട്ടുണ്ട്. വലിയ സൈസ് ടൊമാറ്റോ ആണ്. നന്നായിട്ട് ഒന്നും കൂടെ പഴുപ്പിക്കാൻ നിർത്തുവാണ്. വലിയ സൈസ് ആയതുകൊണ്ട് കുറച്ച് ടൊമാറ്റോസ് വെച്ചിട്ടാണ് ഉണ്ടാകുന്നത് ഓരോ പ്ലാന്റിലും. ഇതൊരു സ്റ്റേക്ക് ടൊമാറ്റോ ആണെന്ന് തോന്നുന്നു. വലുതും. ഇതിന് നല്ലൊരു ഓറഞ്ച് കളർ വരും. ഇതിൽ ചൊരക്കയും പീച്ചിങ്ങയുടെയും പടർത്തി കയറ്റാനുള്ള ട്രയൽസാണ്. പീച്ചിങ്ങ ഇത് ആദ്യം ഒരെണ്ണം ഉണ്ടായത്. അത് ഞാൻ വിത്തിന് നിർത്തി. ഇത് അടുത്തൊരു പൂവും കൂടെ വലുതായി വരുന്നുണ്ട്. ഇതൊരു ഇച്ചിരി കൂൾ ഡൗൺ ആകുമ്പോഴാണ് ഇത് നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങുന്നത്. കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ വന്നപ്പോൾ ഉണ്ടായതാണ് അതൊരെണ്ണം. അപ്പോൾ അതൊരെണ്ണം ആദ്യമേ തന്നെ ഞാൻ സീഡ് നിർത്തി. പിന്നെ അവിടെ ഒരു ചൊരയ്ക്ക നല്ല നീളത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ അതിനെ ഞാൻ സീഡ് നിർത്തി. ഇതാണ് ഇതിലേറ്റവും നീളം കൂടിയ ഒരു ചൊരയ്ക്ക. അപ്പുറത്തെ സൈഡിൽ കുറച്ച് ചൊരയ്ക്ക ഉണ്ടായി കിടപ്പുണ്ട്. ഇതിന് എന്തോ കുത്തുന്നുമുണ്ട്. വെണ്ടയ്ക്ക പച്ചക്കളറ്. എല്ലാത്തിൽ നിന്നും ഓരോന്ന് പറിക്കാനുണ്ട്. ഇതൊരെണ്ണം സീഡ് നിർത്തിയേക്കുന്നതാണ്. ഇത്രയും വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. ചേമ്പ് ഇന്ന് പറിക്കുന്നില്ല. ഇത് പാവയ്ക്ക ആയി തുടങ്ങുന്നതേ ഉള്ളൂ. ആദ്യത്തത് ഞാൻ വിത്തിന് നിർത്തിയത് വിത്തായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്തത് ഉണ്ടാവുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ പാവയ്ക്കകളായി തുടങ്ങി. പിന്നെ ഇവിടെ മഞ്ഞൾ, ഇതും ചെറുതാണ്. ഇവിടെ ഒരു മുളകുണ്ട്. പൂവിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ഈ തവണ മുളകൊക്കെ വെച്ചപ്പം കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ ഇതൊരു കാന്താരി മുളകിൻ്റെ അതും ചെറിയ തൈക്കളാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് ക്രിസാന്തമം എന്ന് പറയും, ടാങ്കോ ലീവ്സ്. ഇതിൻ്റെ പൂവ് നമുക്ക് ടീയിലൊക്കെ ഇട്ട് കുടിക്കാം. ഇതിൻ്റെ ലീവ്സ് സാലഡായിട്ടും സൂപ്പ് അല്ലെങ്കിൽ തോരനൊക്കെ വെച്ചിട്ട് കഴിക്കാം. ഇത് മല്ലി എല്ലാം നന്നായിട്ട് വിത്തായിട്ട് വരുന്നുണ്ട്. ഇഞ്ചി ഈ പയറിൻ്റെ ഇടയിലായിട്ടാണ് നട്ടേക്കുന്നത്. അപ്പം ഇവിടെ ഒരു തണൽ കിട്ടും. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ തണലായിരിക്കും. ഇഞ്ചിക്ക് കുറച്ച് തണൽ വേണം, അല്ലെങ്കിൽ നല്ല ചൂടായി പോകും. പിന്നെ ഇങ്ങോട്ടേക്കുള്ളത് വൻപയറാണ്. വൻപയർ ഒരുമാതിരി നന്നായിട്ട് വളർന്നു കഴിഞ്ഞു. ഒത്തിരി പയർ പറിക്കാനുണ്ട്. ഇത് അടുത്തൊരു സെറ്റ് ചീരയും കൂടെ ഈ സൈഡിലുണ്ട്. ഇതിലേയും പറിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ പറിക്കുവാണ് ഇന്ന്. ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. ഈ നിൽക്കുന്നത് ഒരു ഈജിപ്ഷ്യൻ സ്പിനച്ചാണ്. ഇതിൻ്റെ ലീവ്സും നമുക്ക് കറി വയ്ക്കാം.
ഇതുമേലത്തെ കായകൾ ഇതേ ആയി തുടങ്ങിയിട്ടുണ്ട്. അതൊരു വെണ്ടയ്ക്ക പോലെ ഒരു ചെറിയൊരു കായ ഉണ്ടാവും. ഇതിവിടെ സ്വീറ്റ് പൊട്ടറ്റോസ് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ വള്ളികൾ നന്നായിട്ട് നീണ്ടു പോകുന്നുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് കറിക്ക് യൂസ് ചെയ്യാം. അറ്റത്തുള്ള തണ്ടും ഇലയും കൂടെ ഇത് ഇങ്ങനെ കുറച്ച് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നിറച്ച് ഇതുമെന്ന് കിളിർപ്പുകളുണ്ടാവും. അപ്പോൾ അതും നമുക്ക് കറിയിലും തോരനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു സെറ്റ് വാഴയാണ്. ഇതൊരു ടൊമാറ്റോ എന്ന് പറയുന്ന സാധനം കുറേ കൊഴിഞ്ഞ് കിടപ്പുണ്ട്. 2 ദിവസം കൂടെ വീടിനകത്ത് വെച്ചിട്ടൊന്ന് പഴുപ്പിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഇത് വഴുതനങ്ങ ഇവിടെ വലുതായി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ കുറച്ച് ലേറ്റായിപ്പോയി വെച്ചപ്പം. കോണ് നിൽക്കുന്നു, അത് കഴിഞ്ഞു. 2 എണ്ണം വിത്തിന് നിർത്തിയേക്കണത് ആയി വരുന്നുണ്ട്, വിത്താകുന്നുണ്ട്. അവിടെ നിന്നൊരു ഒരെണ്ണം സീഡിന് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഓണിയൻ നല്ല ചൂടായി കഴിഞ്ഞപ്പം എല്ലാം ഉണങ്ങി തുടങ്ങി. കുറച്ച് വലുതായി കിട്ടി, കുറച്ച് ചെറുതാണ്. ഇത്രയും ഞാൻ പറിച്ചു. ബാക്കിയുള്ളത് ഞാൻ അവിടെ തന്നെ നിർത്തുവാണ്. ഒരു 2 മാസം കൊണ്ട് കഴിയുമ്പം തണുപ്പ് തുടങ്ങും. ഇത് തിരിച്ച് ഗ്രോ ചെയ്യുമെന്നും കൂടെ ഒന്ന് നോക്കണം. ഇവിടെ വേറൊരു മുളകാണ്, ഉണ്ടമുളകെന്ന് പറയും. അതും ചെറിയ തൈക്കളാണ്, അതും വളർന്നു വരാനുണ്ട്. ചുമന്ന ചീര ഈ തവണ അത്രയും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ആയില്ല. അപ്പോഴത്തേക്കും പിന്നെ കുറേ കേടൊക്കെ കുത്തി. ഇപ്പോൾ അതെല്ലാം ഇങ്ങനെ സീഡായിട്ട് നിൽക്കുവാണ്. മുന്തിരി ഈ തവണ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അത് ഈ ഒരു ചെടിയിൽ മാത്രമാണ് ഉണ്ടായത്. ഈ പംകിൻ കട്ട് ചെയ്യാൻ പോവാണ്. വെച്ച് കയറ്റി പിടിച്ച് കട്ടി അമ്മേ കട്ടി. അത് പൊക്കിയെടുക്ക്, അത് പൊക്കിയെടുത്തേ. കണിച്ചിങ്ങോട്ട് നോക്കട്ടെ, തിരിച്ചു പിടിച്ചേ. താഴെയിടില്ലേ പൊട്ടിക്കല്ലേ. പിന്നെ ദേ ഒരു ചെറുതും കൂടെ കട്ട് ചെയ്യാൻ പോവാണ്. ഷോമി മാൻ തിന്നിട്ട ടൊമാറ്റോസ് കണ്ടോ, കടിച്ച് പറിച്ച് വെച്ചിട്ട് പോയതാണ്. ഇവിടെ ഒരെണ്ണം, അത് മുഴുവനും കഴിച്ച് തീർത്തുമില്ല. എല്ലാം പറിച്ച് ഇവിടെയൊക്കെ വേസ്റ്റ്. ഇത് നല്ല വലിയ ബിഗ് ഇതാണ് ഇതിൻ്റെ ഒരു സൈസ്. ഇതിപ്പോഴും പച്ചയാണ്, കുറച്ചും കൂടെ വലുതാവണം. ഇതിനകത്ത് ഒരുമാതിരി എല്ലാത്തിലും കടിച്ചു വെച്ചു. അവിടെ നിന്ന് 2-3 കൊമ്പുകളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ കിടപ്പുണ്ട്, അതൊക്കെ പറിക്കാൻ പോവാണ്. ഒരെണ്ണം ഇത് കുഴപ്പമില്ല. ഇതൊരെണ്ണം ഞാൻ സീഡിന് നിർത്തിയതായിരുന്നു. അതിനകത്ത് സീഡ് കുഴപ്പമുണ്ടാവില്ല. ഇതൊക്കെ മാൻ കടിച്ചു. ഇനിയിപ്പം കുറച്ച് പച്ചയുള്ളത് പറിച്ച് അകത്ത് കൊണ്ട് വെക്കണം. കാരണം ഇന്ന് മാൻ വീണ്ടും വരും. ഇവിടെ ഒരു 4 എണ്ണം ഉണ്ടായി കിടപ്പുണ്ട്. ഇത് മണ്ണിമുട്ടി കിടന്നതുകൊണ്ട് അത് ചീഞ്ഞു പോയി. എന്തായാലും ഈ പച്ച പറിച്ചെടുക്കട്ടെ, ഇത് കുഴപ്പമില്ല. അപ്പോൾ 2-3 നല്ല തക്കാളികൾ അത് പറിച്ചെടുത്തു. ഈ തക്കാളിയിലോട്ട് കാണിച്ചു കൊടുക്കാം. ഇനി 2-3 എണ്ണമുള്ളത് തീരെ ചെറുതാണ്, അതിന് ഞാൻ കവറിട്ട് വയ്ക്കാൻ പോവാണ്. ഇത് സീഡിനുള്ള ഇതിൽ എനിക്ക് സീഡ് എടുക്കണം. ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് സീഡ് എടുക്കാം. കാണിച്ചു. അപ്പോൾ ഇത്രയാണ്
ഈ ഗാർഡനിലുള്ള വിശേഷങ്ങൾ.